നമസ്കാരം. കഴിഞ്ഞ ദിവസം ന്യൂസ് ടോസിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. ജൻസി സമരം ഡൽഹിയിൽ വിജയകരമായി അവസാനിപ്പിച്ചതിന് ശേഷം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് ശേഷം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ. അതിലെ വിഷയം ഇതായിരുന്നു: അമിത്ഷായെ കേന്ദ്രീകരിച്ചുള്ള അടുത്ത ഘട്ടം BJP സർക്കാർ എന്തുകൊണ്ട് ഈ മട്ടിലായി എന്നത് വിശകലനം ചെയ്യുന്നതിന് യഥാർത്ഥ കാരണങ്ങളിലേക്ക് കടക്കേണ്ടി വന്നിട്ടുണ്ട്. പാറ്റ സമരത്തെ തുടർന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായ സാഹചര്യം വിലയിരുത്തുമ്പോൾ നമ്മൾ അമിത്ഷായിലേക്ക് എത്തും, മോദി ഷാ ദ്വന്ദ്വത്തിലേക്ക് എത്തും. സമരം ചെയ്യുന്ന ജനതയ്ക്ക് നേരെ 2 ദശകത്തിലധികമായി ലാത്തിയും തോക്കും നിയമ ദുരുപയോഗവും കൊണ്ട് ഈ സർക്കാർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടിയേൽക്കുന്നു, കൊല്ലപ്പെടുന്നു, ജയിലിലാക്കപ്പെടുന്നു, ജീവിതം ദുരിതമയമാക്കപ്പെടുന്നു. ഇതാണ് ഇന്ത്യയിൽ സമരം ചെയ്യുന്ന ഭൂരിഭാഗത്തിൻ്റെയും അവസ്ഥ. എതിരഭിപ്രായക്കാരും സമാന പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്നു. അന്വേഷണ ഏജൻസികൾ മറ്റു വഴിക്ക് വരും സമരം അല്ലെങ്കിൽ പ്രതിഷേധം ഒക്കെ ഉയർത്തിയാൽ. അന്നത്തെ ഈ വീഡിയോക്ക് അസാധാരണമായ തെറിവിളികളും ഭീഷണികളും കൂടി നേരിട്ടിരുന്നു. എന്നാൽ 2 രാത്രിയും പകലും കഴിഞ്ഞപ്പോൾ എന്താണ് സ്ഥിതി? രാജ്യമാകെ BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ന് നേരിടുന്ന പ്രത്യാഘാതങ്ങളുടെ മുഖ്യ കാരണക്കാരൻ അമിത്ഷാ മോദി ദ്വന്ദ്വമാണ് എന്ന് വിലയിരുത്തുന്നുണ്ട്. അതിൽ തന്നെ അമിത്ഷായുടെ ഭരണരീതി, അടിച്ചമർത്തുന്ന ശൈലി വിചാരണ ചെയ്യപ്പെട്ടു തുടങ്ങി. നരേന്ദ്രമോദി ഷാ ദ്വന്ദ്വം രാജ്യത്ത് പരോക്ഷമായി സ്ഥിര അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിക്കുന്നു എന്ന ആരോപണവും വ്യാപകമായി ഉയർത്തപ്പെടുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ സാഹചര്യം പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ. ഇന്ത്യയുടെ ചരിത്രമൊക്കെ നോക്കിയാൽ ഒരു വളരെ ചെറിയൊരു സമരമായിരുന്നു CJPയുടേത്. എന്നാൽ ആ സമരത്തെ പോലും എത്ര ക്രൂരമായാണ് നേരിട്ടത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് നയിച്ച പ്രതിഷേധമായി രാജ്യം മുഴുവൻ അത് ഏറ്റെടുത്തത് പോലീസ് സമരക്കാരോട് കാണിച്ച ക്രൂരതകളുടെ തുടർച്ചയായിട്ടാണ്. ഇപ്പോഴും പോലീസ് ക്രൂരതകളുടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചതിൻ്റെ വിശദാംശങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കാശ്മീർ തെരുവുകളിൽ കണ്ടതിന് തുല്യമായ ക്രൂരതയാണ് ഡൽഹിയിലും അരങ്ങേറിയത് എന്ന റിപ്പോർട്ടുകൾ. CRPFന്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉദ്യോഗസ്ഥർ 7 റൗണ്ട് പെല്ലറ്റ് വെടിയുതിർത്തു എന്നും 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നും CRPFന്റെ തന്നെ ആഭ്യന്തര അന്വേഷണത്തിൽ തെളിഞ്ഞു. ഈ വിവരം പുറത്തു വന്നതോടെ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങൾ, സർക്കാരിനെതിരായ വാദങ്ങളൊക്കെ നുണപ്രചരണമാണ് എന്ന് പറഞ്ഞ് കൗണ്ടർ നുണപ്രചരണങ്ങൾ നടത്തി വന്ന ആളുകളുടെ പ്രചരണങ്ങൾ പൊളിഞ്ഞു. കാരണം ആഭ്യന്തര വകുപ്പിൻ്റെ തന്നെ റിപ്പോർട്ടാണല്ലോ, അതിൻ്റെ കീഴിലുള്ള ഒരു സംവിധാനത്തിൻ്റെ റിപ്പോർട്ടാണല്ലോ. മാത്രമല്ല, ആഭ്യന്തര വകുപ്പിൻ്റെ ഇക്കാര്യത്തിലെ കുടില നീക്കങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്ന റിപ്പോർട്ട് കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത്. പെല്ലറ്റ് ഗൺ ഉപയോഗത്തിൽ സമരത്തിനെത്തിയ യുവാവിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട വാർത്ത ഒരു ഭാഗത്ത്, മാധ്യമപ്രവർത്തകന് ഗുരുതര പരിക്കേറ്റ വാർത്ത. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഈ ചിത്രം നോക്കൂ. പോലീസിൻ്റെ പെല്ലറ്റ് ആക്രമണത്തിൻ്റെ ചിത്രമാണ്. അതിൻ്റെ തുടർച്ചയായി ഒരു കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ട ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥി സാഹിൽ ലൊച്ചാബിയുടെ ചിത്രവുമുണ്ട്. ഇതിനു മുമ്പ് പൗരത്വ സമരത്തിലും കർഷക സമരത്തിലും കാശ്മീരിലും ഒക്കെ കണ്ടതിന് സമാനമായ രീതിയിലുള്ള അടിച്ചമർത്തൽ നീക്കമാണ് ആഭ്യന്തര വകുപ്പ് ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെയും സ്വീകരിച്ചത്. വിവരങ്ങൾ ആധികാരികമായി പുറത്തു വന്നതോടെ ആഭ്യന്തര വകുപ്പ് കടുത്ത പ്രതിരോധത്തിലാണ്. മാത്രമല്ല, സമരം ഒത്തുതീർപ്പാക്കി കേന്ദ്രം തൽക്കാലത്തേക്ക് തടി കൈച്ചിലാക്കിയപ്പോൾ കൊടുത്ത ഉറപ്പുകളൊന്നും പാലിക്കുന്നില്ല എന്നുള്ള വിവരവും പുറത്തു വരികയാണ്. ഇക്കാര്യത്തിൽ CJP തന്നെ കഴിഞ്ഞ ദിവസം കപിൽ സിബലിനൊപ്പം വാർത്താ സമ്മേളനം നടത്തുകയും നിയമ നടപടിയിലൂടെ മുന്നോട്ടു പോകാനും ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് ഒരു വെബ്സൈറ്റ് തന്നെ രൂപീകരിക്കാനും പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അമിത്ഷായുടെ ആഭ്യന്തര വകുപ്പ് പ്രതികാര നടപടികളിലേക്ക് കടന്നു എന്നുള്ള ആരോപണവും വരുന്നു. സമരത്തിൽ പങ്കെടുത്തവർക്കും അനുഭവം പ്രകടിപ്പിച്ചവർക്കുമെതിരെ കേസെടുക്കില്ലെന്ന് ഉറപ്പ് പാലിക്കപ്പെടാത്ത സാഹചര്യം വലിയ ചർച്ചയാണ് രാജ്യത്തിപ്പോൾ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കടുത്ത നടപടികളാണ് സ്വീകരിച്ചത്. ബീഹാറിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന ഐസ നടത്തിയ പ്രതിഷേധത്തിനെതിരെ AK-47 തന്നെ ഉപയോഗിച്ചതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു, പുറത്തു വരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. അമിത്ഷായുടെ ബീഹാർ ആഭ്യന്തരമന്ത്രിയുടെ വകുപ്പ് നേരിട്ടത് അത്ര ക്രൂരമായാണ്. മോന്തായം വളഞ്ഞാൽ 64 വളയും എന്നാണല്ലോ കഥ. പോലീസ് അതിക്രമം പ്രതി അമിത്ഷായാണ് എന്ന് ഇന്നായപ്പോൾ മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ചുമലിൽ ചാരിയാണെങ്കിലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തോക്കിൽ വാക്കില്ല എന്ന തലക്കെട്ടിൽ അമിത്ഷായ്ക്കെതിരായ പ്രതിപക്ഷ നീക്കം മനോരമ ഇന്ന് ലീഡ് വാർത്തയും ആക്കിയിട്ടുണ്ട്. തോക്കിൽ വാക്കില്ല എന്ന മനോരമ ലീഡ് ഇങ്ങനെയാണ്: ജന്തർ മന്ദിർ പ്രക്ഷോഭത്തിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷം. അതിക്രമത്തിന്റെ ഉത്തരവാദിത്തം അമിത്ഷായ്ക്കാണെന്നും പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നുമാണ് ആവശ്യം. ഡൽഹിയിൽ പെല്ലറ്റുകളും ബീഹാറിൽ AK-47 തോക്കും ഉപയോഗിച്ചത് MPമാർ ചോദ്യം ചെയ്തു. കേന്ദ്ര സർക്കാർ വഴങ്ങാതിരുന്നതോടെ പാർലമെന്റിന്റെ സഭകൾ സ്തംഭിച്ചു. കടലാസ് ചോർത്തിയാൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ല് ബഹളത്തിനിടെ ജിതേന്ദ്ര സിംഗ് അവതരിപ്പിച്ചെങ്കിലും ചർച്ച തുടങ്ങാൻ സാധിച്ചില്ല. ഇന്നലത്തെ സഭാ നടപടികളുടെ വിശദാംശങ്ങളും ഉണ്ട്. അതേസമയം ഈ ബീഹാറിലടക്കം പോലീസ് സ്വീകരിച്ച നടപടികളും അമിത്ഷായെ ഒറ്റപ്പെടുത്തുന്ന കാര്യത്തിലേക്ക്, അങ്ങനെ ഒരു സാമൂഹ്യ ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. AK-47 ഉപയോഗിച്ചു ബീഹാറിൽ എന്നുള്ളതും അതിനുശേഷം കോൺസ്റ്റബിളിന് സസ്പെൻഷൻ നടപടി എടുത്തതും മനോരമ വാർത്തയിൽ പറയുന്നുണ്ട്. ഇടതു വിദ്യാർത്ഥി സംഘടന ഐസ ആഹ്വാനം ചെയ്ത ബീഹാർ ബന്ദിനിടെ സിവാനിൽ വിദ്യാർത്ഥികൾക്ക് നേരെ AK-47 തോക്ക് ഉപയോഗിച്ച പോലീസുകാരന് സസ്പെൻഷൻ. അതിനിടെ 20 നടന്ന പാർലമെന്റ് മാർച്ചിനിടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് സേനാംഗം 7 തവണ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചത്
ഉപയോഗിച്ചതായും ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തി. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിലുള്ള കാര്യങ്ങളാണ് അമിത്ഷായിലേക്കാണ് വിരൽ ചൂണ്ടപ്പെടുന്നത് എന്ന് വ്യക്തമാക്കുന്ന വാർത്ത. മാത്രമല്ല, ഇന്ത്യ സഖ്യം ശക്തമായി അമിത്ഷായെ പ്രതിക്കൂട്ടിലാക്കുന്ന നീക്കത്തിലേക്കാണ് കടന്നത്. സമരങ്ങളെ ഭീകരവാദികളെ പോലെ കാലങ്ങളായി നേരിടുന്ന സമീപനമാണ് മോദി സർക്കാരിനെന്നും മോദി ഷാ സഖ്യം ഇന്ത്യയെ സ്ഥിര അടിയന്തരാവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് എന്നും ഇന്ത്യ സഖ്യം യോഗത്തിൽ ഇടതുപക്ഷ നേതാക്കൾ പറഞ്ഞു. അമിത്ഷാ മോദി സഖ്യത്തെ വിചാരണ ചെയ്യുന്ന പ്രതിഷേധത്തിന് ഇന്ത്യ സഖ്യം മുന്നിട്ടിറങ്ങണമെന്ന് ജോൺ ബ്രിട്ടാസ് അടക്കം ആവശ്യപ്പെട്ടു. മോദിയെ മുൻനിർത്തി അമിത്ഷാ നടത്തുന്ന നീക്കങ്ങൾ പൊളിച്ചു കാട്ടണമെന്നും പ്രതി അമിത്ഷായാണ് എന്നും കോൺഗ്രസും നിലപാടെടുത്തു. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ധർമ്മേന്ദ്ര പ്രധാനേക്കാൾ ഉത്തരവാദിത്വം അമിത്ഷാക്കുണ്ടെന്ന് യോഗത്തിൽ വിശദീകരിച്ച കാര്യം മാധ്യമങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പരീക്ഷാ പ്രശ്നത്തിനൊപ്പം അയോധ്യ വിഷയവും എഥനോൾ വിഷയവും കൂടി ചർച്ചാ വിഷയമാക്കണമെന്നും ഇടതുപക്ഷത്തിന് അഭിപ്രായമുണ്ട്. ഏതെങ്കിലും കൃത്യമായ വിശാലമായ രാഷ്ട്രീയമായി തുടർച്ച ഉള്ള വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ച് മോദി ഷാ ദ്വന്ദ്വത്തെ തുറന്നു കാട്ടണം എന്നാണ് ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം. അയോധ്യ കൊള്ളയിൽ കോൺഗ്രസ് സജീവമായി ഇടപെടാത്തതിൽ CPM-ന് വിമർശനമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നതാണ്. ഇതേസമയം കേരളത്തിൽ വേടനടക്കം പ്രമുഖർ പങ്കെടുത്ത അനുഭാവ പ്രകടനത്തിന്റെ പേരിലെടുത്ത കേസുകളും വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇതുവരെ 5000 പേർക്കെതിരെ ഈ ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിരെ കേസെടുത്തു എന്നാണ് റിപ്പോർട്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികളുടെ സംസ്ഥാനങ്ങളിലും കേസെടുത്തിട്ടുണ്ട് എന്നും കേസുകൾ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ടാണെന്നും ചൂണ്ടിക്കാണിച്ച് ഈ സാഹചര്യത്തിൽ കേരളത്തിലേതടക്കമുള്ള കേസുകളെ ചൂണ്ടിക്കാണിച്ച് ആരോപണങ്ങളെ പ്രതിരോധിക്കാനും BJP ഒരു ഭാഗത്ത് നീക്കം നടത്തുന്നുണ്ട്. പക്ഷേ പാർട്ടിയുടെ അണികളിലും രണ്ടാം നിര നേതാക്കളുടെ കാര്യത്തിലും സർക്കാരിൻ്റെ സമീപനത്തെക്കുറിച്ച് കടുത്ത എതിർപ്പുണ്ട് എന്നാണ് വാർത്തകൾ വ്യക്തമാക്കുന്നത്. മോദി ഷാ ദ്വന്ദ്വത്തിന്റെ ഈ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ പാർട്ടിയിൽ കടുത്ത വിയോജിപ്പുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഡൽഹി നിന്ന് വിറച്ചിട്ടും സർക്കാർ ഇമാതിരി കുരുക്കിലകപ്പെട്ടിട്ടും പ്രധാനപ്പെട്ട നേതാക്കളൊന്നും കാര്യമായി പ്രതിരോധം തീർക്കാൻ മുതിരാതിരുന്നത്. ആകെ JP നഡ്ഡ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയ്ക്ക് പോയി എന്നുള്ളതല്ലാതെ. പരാജയം BJP നേതൃത്വത്തിൻ്റെ എന്ന പ്രവീൺ കൃഷ്ണന്റെ മാതൃഭൂമി റിപ്പോർട്ട് ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഞാൻ റിപ്പോർട്ടിലൊരു ഭാഗം വായിക്കാം. ഇടപെടാതെ മുതിർന്ന നേതാക്കൾ. കേന്ദ്രമന്ത്രിസഭയിൽ മോദിയും ഷായും കഴിഞ്ഞാൽ പ്രധാനികളും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമാണ് രാജ്നാഥ് സിംഗും ശിവരാജ് സിംഗ് ചൗഹാനും നിതിൻ ഗഡ്കരിയും. തങ്ങളുടെ വകുപ്പുകൾക്കപ്പുറത്ത് ഒരു കാര്യത്തിലും ഇവർ കുറച്ചു കാലമായി ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യുന്നില്ല. പ്രബലനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം അകലം പാലിക്കുകയാണ്. ഭരണ നേതൃത്വത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ശരിയായ തീരുമാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനാണ്. എന്നാൽ പാർട്ടി അധ്യക്ഷന്റെ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ദൃശ്യമല്ല. ദീർഘകാല രാഷ്ട്രീയ പരിചയമുള്ള കേന്ദ്രമന്ത്രിയും മുൻ പാർട്ടി അധ്യക്ഷനുമായ JP നഡ്ഡ മാത്രമാണ് നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ മുൻകൈയെടുത്ത് ഇറങ്ങിത്തിരിച്ചത് എന്നാണ് മാതൃഭൂമിയിലെ വാർത്തയിൽ വിശദീകരിക്കുന്നത്. BJP-യിൽ മോദി ഷാ ദ്വന്ദ്വം ഇങ്ങനെ ഒറ്റപ്പെടുമ്പോൾ അമിത്ഷാ ഉത്തരവാദപ്പെട്ടയാളാകുന്നു. നിലവിലെ സാഹചര്യത്തിൽ വിദ്യാർത്ഥി സമരം ക്രൂരമായി അടിച്ചമർത്തിയത് രാജ്യത്തിന്റെ വികാരം സർക്കാരിനെതിരാക്കിയതും ഷായെ കുരുക്കിലാക്കുന്നു. സകല സമരങ്ങളോടും സർക്കാർ സ്വീകരിക്കുന്ന സമീപനം എന്ന നിലയിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നു. ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അമിത്ഷായുടെ ബുദ്ധിയാണ് മോദിയുടെ ഭരണശൈലിയുടെ അടിത്തറ. ഇപ്പോൾ നേരിട്ട് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അതിൻ്റെ തീവ്രത ജനങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നു എന്ന് മാത്രം. അത് കണ്ട് വരും നാളുകളിൽ മോദി ഷാ ദ്വന്ദ്വം വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നതിൻ്റെ സൂചനയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അങ്ങനെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് പറയുമ്പോൾ തെറി വിളിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ കൺക്ലൂഷനായി പറയുന്നത്. തെറി വിളിക്കുന്നവർ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുക. നന്ദി, നമസ്കാരം.